റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഓറഞ്ച് കളറിൽ തേങ്ങ അരച്ച മീൻകറി റെസിപ്പി അന്വേഷിച്ചെടുക്കാണോ? എന്നാൽ അത് ഇതുപോലെ അങ്ങ് വെച്ചോട്ടോ. ഞാൻ അതിനായിട്ട് വിറകടുപ്പിലാണ് ചെയ്യുന്നത്. ചട്ടി ചൂടായതിന് ശേഷം നല്ല തേങ്ങാ വെളിച്ചെണ്ണ ചേർത്ത് ഒരു 3-4 പീസോളം ഇഞ്ചി അതിലേക്ക് നേരിയതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരേ അളവിൽ തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ മുഴുവനായിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചു കൊടുക്കാം. അത്യാവശ്യം കളറൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 2 സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂണോളം നല്ല മുളക് പൊടിയും 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ വിറകടുപ്പിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തീ കുറച്ച് ചെറിയ വിറകിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളും ചെയ്തോളൂ. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഒരു തേങ്ങ പകുതി ചിരകിയതെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് ഈ മസാലയും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഒത്തിരി ഇങ്ങനെ ഡ്രൈ ആക്കണ്ട, എന്നാൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എപ്പോഴും ഒരുപോലെ മീൻകറി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ പല പല റെസ്റ്റോറൻറ്റിൽ കഴിക്കുമ്പോഴും ഇതുപോലത്തെ ഒരു രുചി എൻ്റെ നാവിൽ പതിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് അന്വേഷിച്ച് അങ്ങനെ കിടന്നപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇത് സൂപ്പറായിട്ട് കിട്ടി. അപ്പോൾ നിങ്ങളിലേക്കും കൂടെ ഷെയർ ചെയ്യണം. അപ്പോൾ ഏകദേശം തേങ്ങ നമ്മൾ ഇതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചുവന്ന ഉള്ളിയും കൂടെ ചേർത്ത് ഇത് മിക്സിയുടെ ജാറിലൊന്ന് നല്ല പേസ്റ്റായിട്ട് അധികം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. അപ്പോഴേക്കും നമുക്ക് മറ്റൊരു ചട്ടിയിലേക്ക് തേങ്ങാ വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് കടുക് ചേർക്കുക. കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിനായിട്ട് കേര ഫിഷാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉലുവയുടെ അളവ് നമ്മൾ എടുക്കുന്ന ഫിഷിനനുസരിച്ച് കുറച്ച് കൂടുതൽ ഇട്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അത് ആ മീനിലേക്ക് അബ്സോർബ് ആയിക്കോളും. അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല. അതോടൊപ്പം കുറച്ച് കറിവേപ്പില, നമ്മുടെ വീട്ടിൽ ഉണ്ടായ നല്ല ഇളം കറിവേപ്പിലയാണ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 3-5 പച്ചമുളകും കൂടെ നമ്മൾ നീളത്തിലരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ എണ്ണയിലൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അങ്ങനെ പച്ചമുളകിൻ്റെ ഒരു പച്ച ആ ഒരു മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും 2 പഴുത്ത തക്കാളിയും കൂടെ നമ്മളിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. മീൻകറിക്ക് വേണ്ടിയിട്ട് നമ്മൾ തക്കാളി എടുക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല പഴുത്ത നല്ല ചുവന്ന കളറുള്ള തക്കാളി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കറിക്ക് വേറൊരു ടെക്സ്ചർ തന്നെ കൊടുക്കും. അപ്പോൾ ഇതുപോലെ 2 തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ മീൻകറിക്ക് ഏറ്റവും കൂടുതൽ രുചി കൊടുക്കുന്ന ഒന്നാണല്ലേ കുടംപുളി. അപ്പോൾ അത് ഞാൻ കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത നമ്മുടെ മസാല, അതായത് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പൊടികളെല്ലാം തേങ്ങയും കൂടെ ചേർത്ത് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരുന്നതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കണം, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം എണ്ണയിട്ട് മസാല ഒന്ന് മിക്സ് ആവണം. ശേഷം കുറച്ചും കൂടെ വെള്ളം കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മീൻകറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്, നേരത്തെ ചേർത്തിരുന്നില്ല. പിന്നെ അതും കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീനിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മീനെല്ലാം നന്നായിട്ട് മുങ്ങുന്ന രീതിയിലൊന്ന്
ആക്കി കൊടുക്കുക. ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ആദ്യം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ എന്നുള്ള രീതിയിൽ തിളപ്പിച്ചെടുക്കുക. പിന്നെ ഒന്ന് നന്നായിട്ട് തിള വന്ന് കഴിയുമ്പോൾ നമുക്ക് ചെറിയ തീയിൽ നിന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ചാൽ നമ്മുടെ മീൻകറി റെഡിയാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുമാത്രമല്ല നമ്മുടെ ചാനൽ പ്രീ കിച്ചൺ ഹോം മെയ്ഡ് കുക്കിംഗ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്തേക്കുക, കമൻസായിട്ട് അറിയിക്കുക. താങ്ക് യു. ബൈ ബൈ.